ശിവഗിരി ശിരസിൽ യോഗ സമാധി കൊള്ളും പരമാചാര്യ ശ്രീ നാരായണ ഗുരു. ശിവഗിരി ശിരസിൽ യോഗ സമാധി കൊള്ളും പരമാചാര്യ ശ്രീ നാരായണ ഗുരു. അറിവില്ലാത്തടിയങ്ങൾ ചെയ്ത പരാധമെല്ലാം കൃപയോടു പൊറുത്തിടാൻ കനിവുണ്ടാകണമേ. അറിവില്ലാതടിയങ്ങൾ ചെയ്ത പരാധമെല്ലാം കൃപയോടു പൊറുത്തിടാൻ കനിവുണ്ടാകണമേ. ശിവഗിരി ശിരസിൽ യോഗ സമാധി കൊള്ളും പരമാചാര്യ ശ്രീ നാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമ കല്യാണമൂർത്തേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമ കല്യാണമൂർത്തേ. കുടുംബിക്കും സന്യാസിക്കും ഇതു തന്നെ മൂലമന്ത്രം. കുടുംബിക്കും സന്യാസിക്കും ഇതു തന്നെ മൂലമന്ത്രം. ആകതാരിലാനുഭൂതി അണ പൊട്ടാൻ വേറെ വേണു. ആകതാരിലാനുഭൂതി അണ പൊട്ടാൻ വേറെ വേണു. ആദിശങ്കര പദ പാദപിൻ ചെന്നു ഗുരു ദേവനാധ്യാത്മചിന്ത സാദരം തുടർന്നതും. ആദിശങ്കര പദ പാദപിൻ ചെന്നു ഗുരു ദേവനാധ്യാത്മചിന്ത സാദരം തുടർന്നതും. കേരളക്കരയ്ക്കഭിമാനമാമിരുവരും കേരളക്കരയ്ക്കഭിമാനമാമിരുവരും ലോകമനസികർ സന്തുജ ഗുരുക്കളത്രേ. ലോകമനസികർ സന്തുജ ഗുരുക്കളത്രേ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാതിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദവും നീ തന്നെ വർത്തമാനവും
ഭൂതവും ഭാവിയും വേറൽ ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഇനി ഏഴാമത്തെ പദ്യത്തിന്റെ അർത്ഥം ഒന്ന് വിചാരിച്ചു നോക്കാം. പാരമാർത്ഥിക സത്തയിൽ നിന്ന് ഇളകാത്തവനായി വ്യവഹാര ദശകളിൽ നിലകൊള്ളുന്നത് കൊണ്ടും അതുപോലെ സർവബ്രഹ്മാണ്ടങ്ങൾക്കും മാറാത്ത ആധാരശിലയാകൊണ്ടും സത്യത്തോട് ചേരുന്നതിൽ കളയേണ്ട ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടും മാത്രമല്ല തന്റെ വേഷം ഭംഗിയായി അവതരിപ്പിച്ച് ആ വ്യവഹാരം തന്നെ ബാധിക്കാത്ത മികവുറ്റ നാടക നടനെ പോലെയാകൊണ്ടും അല്ലയോ ദൈവമേ നീ സത്യം തന്നെയാണ്. അതുപോലെ അനാത്മവിഷയങ്ങളെ പ്രകാശിപ്പിച്ചറിഞ്ഞ് ഒന്നിലും ചേരാതെ നിൽക്കുന്നത് കൊണ്ട് അനാത്മവിഷയങ്ങളിൽ സ്ഫുരിക്കുന്ന ജ്ഞാനവും ദൈവമേ നീ തന്നെയാണ്. സർവോപരി സത്തും ചിത്തും ചേർന്ന് ആനന്ദമായിരിക്കുന്നതും ദൈവമേ നീ തന്നെയല്ലേ. ഇവിടെ സത്തെന്നത് സത്യം അഥവാ ഉണ്മ, ചിത്തെന്നത് പ്രകാശം അഥവാ ജ്ഞാനം. സത്യജ്ഞാനാനന്ദ രൂപൻ അല്ലയോ ദൈവമേ നീ തന്നെയാണ്. അപ്രകാരം നീ സച്ചിദാനന്ദ രൂപൻ. ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ വർത്തമാനകാലം ദൈവമേ നീ തന്നെയാണ്. മുൻവിധിയില്ലാതെയാണ് വർത്തമാനകാലം ഉള്ളത്. ഭൂതഭാവി കാലങ്ങൾ ആ കാലങ്ങളിലെ അനുഭവങ്ങൾ മുൻവിധിയെ തുടർന്ന് വാസന പുരണ്ടവയാണ്. ആകയാൽ സുഖദുഃഖ ദ്വന്ദ്വങ്ങൾ സാധാരണയായി ഏർപ്പെടും. എതിർച്ച സംഭവിക്കുന്ന വർത്തമാനകാലത്തിൽ മനസ്സ് കലരാതെ സങ്കല്പരഹിതമായി കേവല അറിവായി നിൽക്കുമെന്നത് വിവേകിച്ചാൽ അറിയാൻ കഴിയും. അതൊരു സമാധി നില തന്നെയാണെന്ന് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ത്രിപുര രഹസ്യം എന്ന ഗ്രന്ഥത്തിൽ സമാധി അവസ്ഥ വരുന്ന സന്ദർഭങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ചില സന്ദർഭങ്ങളെ പറ്റിയാണ് ഉദാഹരണമാക്കി സമാധിയെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വ്യാഘ്രരൂപമായ ഒരു പുലിയെ മുന്നിൽ കാണാൻ ഇടയായാൽ പുരുഷൻ ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാം മറന്ന് കുറച്ചു സമയം നിലകൊള്ളും. ഇത് സുഷുപ്തിയല്ല, ബോധക്കേടുമല്ല, മറിച്ച് ഇത് സമാധി അവസ്ഥയെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ എതിർച്ച സംഭവിക്കുന്ന വർത്തമാനകാല അനുഭവങ്ങളും തുര്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു, അഥവാ സവികൽപ്പ സമാധിയെ സൂചിപ്പിക്കുന്നു. സ്വാമി പറയുന്നു, ഭൂതവും ഭാവിയും വാസ്തവത്തിൽ വേറെ ഒന്നല്ലാത്ത വർത്തമാനകാലം തന്നെയാണ് എന്ന്. കാരണം വർത്തമാനകാലത്തെ വിട്ട് ഭൂതത്തിനും ഭാവിക്കും നിലനിൽപ്പില്ലാത്തതായാണ് ഇരിക്കുന്നത്. വർത്തമാനകാലം വാസ്തവമെന്ന് കണ്ട പക്ഷം ഭൂതവും ഭാവിയും അതിനെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് അതും വാസ്തവമായ വർത്തമാനകാലം തന്നെ എന്ന് എടുക്കുന്നതിൽ യുക്തിഭംഗമില്ല. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചിന്തിച്ചാൽ വർത്തമാനകാലത്തിലെ കേവല നിലയെ നിലനിർത്താൻ സാധിക്കാത്തതാണത്. അത് ഭൂതമായി ഭാവിയെപ്പറ്റി വാസനാഗതമായ സങ്കല്പങ്ങൾക്ക് കാരണമെന്ന് കാണാം.
തത്വദർശികളായിരിക്കുന്ന മഹത്തുക്കൾക്ക് മനസ്സറ്റിരിക്കുന്നതിനാൽ വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. ഭൂതഭാവികളെ ഉണ്ടാക്കുന്ന സങ്കല്പം അഥവാ കൽപ്പന പ്രവർത്തിക്കാത്തതിനാൽ എല്ലാം വർത്തമാനകാലം തന്നെ. ശ്രുതികൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കാം. അതായത് ഈ ഉണർവ് ഒരു സവികൽപ്പ സമാധി നിലയാണെന്നാണ്. അതാണ് തന്റെ യഥാർത്ഥ നിലയായ നിർവികൽപ്പ സമാധിയുടെ അഴിവാണ് ജാഗ്രത അവസ്ഥ ഉള്ളത്. എന്നാൽ വേണ്ടത്ര ശാസ്ത്ര പരിജ്ഞാനമോ ലക്ഷ്യബോധമോ ഇല്ലാതെ വന്നപ്പോൾ ജാഗ്രത അവസ്ഥ അജ്ഞാനികൾക്കൊരു ദീർഘസ്വപ്നത്തിലേക്ക് വഴിമാറിപ്പോയ പോലെയായി തീർന്നു. എന്നാൽ ജ്ഞാനികൾക്കത് സവികൽപ്പ സമാധി നില തന്നെ. നോക്കൂ, ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും വ്യത്യാസം. അജ്ഞാനി വിഷയത്തെ പാർക്കുമ്പോൾ അന്ധകരണ വൃത്തി വിഷയാകാരമായി പരിണമിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനി വിഷയത്തെ പാർക്കുമ്പോൾ വിഷയത്തിന് ആഗ്രഹമില്ലാത്തതിനാൽ അന്ധകരണം വിഷയാകാരമായി പരിണമിക്കാതെ കേവലം വൃത്തി മാത്രമായി നിലകൊള്ളും. സൂക്ഷ്മമറിഞ്ഞ മഹത്തുക്കൾ പറയുന്നത് ഇപ്രകാരമാണ്. അവർ പറയുന്നു, ഈ സവികൽപ്പ സമാധി നിലയെ ഭംഗപ്പെടുത്തുന്നത് ഭൂതകാര്യങ്ങളെ പിടിച്ചെഴുമ്പുന്ന മനസ്സിനെ വിവേകം കൊണ്ട് ശമിപ്പിക്കാൻ കഴിയാതെ പോയ പുണ്യക്കുറവ് കൊണ്ടാണ്, അഥവാ സുഹൃതക്ഷയമാണ് പോലും കാരണം. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം ചെയ്ത് സുഹൃതം സമ്പാദിക്കാൻ മഹത്തുക്കൾ ഉപദേശിക്കുന്നത്. അപ്രകാരം പുണ്യവൃദ്ധി ഉണ്ടായാൽ അനായാസമായി സമാധി ഇതിൽ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കർത്താവായ ജീവനാണ് കർമ്മഫലം. ഈ ആത്മാവിൽ ത്രിപുടി സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിനെ പറ്റിയും ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതിനെ ഒന്ന് അനുസ്മരിച്ച് കാണുന്നത് നന്നായിരിക്കും. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങി ത്രിപുടി മുടിഞ്ഞു പൊലിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്നുപനിഷദൂക്തി രഹസ്യമോർത്തിടയണം. ഞങ്ങളുടെ ചിന്മാനന്ദ സ്വാമികൾ കപടയതിക്ക് എന്ന് പറഞ്ഞതിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഡിപ്ലോമസി വച്ച് പുലർത്തുന്നതാണ് കാപട്യം. മനസ്സ്, വാക്കു, പ്രവൃത്തി ഇത് ഒന്നാകണം. മനസ്സിൽ തോന്നുന്നത് തന്നെ പറയണം, അത് തന്നെ പ്രവർത്തിക്കണം. ത്രികരണ ശുദ്ധിയോട് കർമ്മം ചെയ്ത് തെളിയണമെന്നാണ് സ്വാമി ഉപദേശിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരാതെ എങ്ങനെ സ്വാമി ശരിയാകും എന്നാണെങ്കിൽ സ്വാമി പറയുന്നത് മനസ്സിൽ തോന്നുന്നത് തന്നെ പറയണം. അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പറയണ്ട. പക്ഷെ അതിന് വിരുദ്ധമായി പറയുകയോ പ്രവർത്തിക്കുകയോ അരുത്. ഇങ്ങനെ കർമ്മശുദ്ധി ഇതിൽ കൈവരിച്ചാൽ കൂടിയ ശീഘ്രം അന്ധകരണം ശുദ്ധിയായി ജ്ഞാനത്തെ അടയും. ഇങ്ങനെ നിഷ്കാമകർമ്മം ചെയ്ത് തേറി ചിരകാലം അങ്ങനെ കഴിയുന്നവർക്ക് ഈ കർമ്മശുദ്ധിയിലൂടെ അന്ധകരണം ജ്ഞാനത്തിലേക്ക് പരിഭാഗപ്പെടും. ഇതാണ് മഹത് ഉപദേശം. ഓം തത്സത്.